ഗുഡ് മോർണിംഗ്. അങ്ങനെ നല്ല മഴയുള്ളൊരു ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ ആണെന്ന്. ഞാനും എൻ്റെ ചെറിയ അരക്കിറുക്കുള്ള ഭർത്താവും കൂടെ നല്ല മഴയത്ത് മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, പുറത്ത് നല്ല കോരി ചുരിയണ മഴയാണ്. ഇത്രയും മഴയത്ത് മൂന്നാറ് ചെന്നാൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാവും. നല്ല പാട്ടൊക്കെ കേട്ട് ഫുഡൊക്കെ അടിച്ചിരിക്കാം. മൂവാറ്റുപുഴ എത്തി. ഇവിടെ നല്ല ചൂട് വടയും ഇഡ്ഡലിയും കിട്ടുന്നൊരു കടയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ചാച്ചനും മമ്മിക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. ഇഡ്ഡലി ഷോപ്പ് എന്നാ പേര്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ വട വാങ്ങിക്കാൻ പോവാം. നല്ല തിരക്കാട്ട്. ഇത്ര പേരുണ്ട്, മൊത്തം നനഞ്ഞു. എന്നാലും എന്താ നല്ല ചൂട് വട കിട്ടിയില്ലേ. പറയാൻ വിട്ടുപോയി, എന്നെ കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ഇന്നലെ പോയി മുടികൊട്ടം. ഈ കോരി ചൊരിയണ മഴയത്ത് മൂന്നാർ മൺസൂൺ ടൂറിസത്തിന് കൊണ്ടുവന്ന ഭർത്താവിന് രാവിലെ കുറേ ചീത്ത പറഞ്ഞെങ്കിലും ഇവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയാട്ടോ. നല്ല മഴയത്ത് നനഞ്ഞ് കുളിച്ച് കുതിർത്ത് നിൽക്കണ മരങ്ങളും നല്ല മഞ്ഞിറങ്ങി വരുന്ന ഇടയ്ക്കിടയ്ക്ക് നല്ല പുട്ടിന് പീര പോലെ വെള്ളച്ചാട്ടം, കൊച്ചതും വലുതുമൊക്കെ ആയിട്ടുള്ള വെള്ളച്ചാട്ടമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. സോറി വഴക്ക് പറഞ്ഞേന്. ഇത് കണ്ടോ, കല്ലാർകുട്ടി ഡാമാണ് പോണ വഴിയുള്ളത്. പല പ്രാവശ്യം ഇതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭംഗി തോന്നിയിട്ടില്ല. ഇത് നോക്കി, ഇതൊരു വെള്ളച്ചാട്ടം, കുറച്ച് വെള്ളം, നല്ല ഉഗ്രം വെള്ളച്ചാട്ടം, നല്ല കാറ്റും, നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ സ്പൈസ് ട്രീ രാജകുമാരി റിസോർട്ടിലോട്ട് കയറാൻ പോകുന്നു. ഇവിടെ നിന്ന് നല്ല ഉഗ്രൻ അച്ചിങ്ങോ എത്തിയതും നല്ല ഉഗ്രൻ കറികളൊക്കെ കൂട്ടി ഒരു വെടി പിടിക്കണം, ഒരു താലി മീൽസ് അടിക്കണം. താലി മീൽസ് റെഡി ആകുമ്പോൾ കാണിക്കാമേ. ഇതാണ് നമ്മുടെ സ്പൈസ് ട്രീയുടെ ഓർഗാനിക് ഗാർഡൻ. ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നട്ടിട്ടില്ല. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വന്നപ്പോൾ കണ്ടില്ലേ, നല്ല മഴയായിരുന്നില്ല. ഇപ്പം നമുക്ക് എന്ത് വെയില. ആണ് നമ്മുടെ സ്പൈസ് ട്രീയുടെ പ്രസിദ്ധമായ കൽപ്പടവുകൾ കണ്ടോ. നമ്മുടെ നോയിലിൻ്റെ കല്യാണം ഇവിടെ വെച്ച്, കല്യാണമല്ല, എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ ഇവിടെ വെച്ച് നടത്തണം എന്നൊരു വലിയൊരു ആഗ്രഹം. അത് ഞാൻ നടത്തും. ഇലക്കാടുകളുടെ ഇടയിൽ കൂടെ മുതലാളിയും തൊഴിലാളിയും ഒരു യാത്ര. വന്നു മക്കളെ, വന്നു. നമ്മുടെ താലി മീൽസ് ഇവിടെ റെഡി. പപ്പടം, ചിനി മെഴുക്കുവരട്ടി, കാളൻ, സാമ്പാർ, തോരൻ, അവിയൽ, ചോറ്, പിക്കിൾ. ഫൈനലി നമ്മുടെ ഹണിമൂൺ സ്വീറ്റിലേക്ക് എത്തി. ആഹാ, ലുക്ക് അറ്റ് ദിസ്. എന്താ ഇവിടെ ഒരു ജക്കൂസി, രാട്ടുകെട്ടൽ, ആൻഡ് ഇതാണ് മുറി. ഇത് സ്പാ ബെഡായിരിക്കും. അതോ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നടുവിളങ്ങി കിടക്കാനുള്ള ബെഡാണ് ഇത്. കോഫി ടേബിൾ, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ, വാഷ്, കുളിക്കാൻ. ഹണിമൂൺ കപ്പിളല്ലേ, എനിക്ക് കുളിക്കാമല്ലോ. ആൻഡ് കണ്ടോ, ബെഡിൽ കിടന്നുകൊണ്ടുള്ള വ്യൂ. നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ടുള്ള വ്യൂ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇവിടുത്തെ ലൈബ്രറി. നമ്മൾ കുറേ താഴത്തോട്ട് ഇറങ്ങി വന്നിട്ടുള്ള ലൈബ്രറി. ഇവിടെ എനിക്ക് നല്ല ചൂട് കാപ്പി കിട്ടി. കാപ്പി ചൂട് കാപ്പി തണുപ്പത്ത് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഇനി വേണ്ട, ഇവിടെ ബേക്ക് ചെയ്ത ബ്രെഡുകളാണ്. ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡ്, ഇത് ഹോൾ വീറ്റ് ബ്രെഡ്, ഇത് പ്രലൈൻ ബ്രെഡ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോരോ പീസുകളായിട്ട് ചോദിച്ചാൽ നോക്കട്ടെ. ടേസ്റ്റ് ഇങ്ങനെ തന്നെ നടന്ന് വീഡിയോ എടുക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കൂടെ വന്ന ആള് സ്ഥിരം പരിപാടിയാണ്. കാണിച്ചു തരാം. കണ്ട ഫോണിലാ ഫുൾ.